ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചട്ടിയായിട്ട് വന്നിക്കാണ്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം, എണ്ണയിലേക്ക് ചട്ടി ഒഴിച്ചെടുക്കാം. രണ്ടും കണക്ക് തന്നെയാണ്. രണ്ടും ഒഴിച്ചെടുത്തിട്ട് ചട്ടി ഇവിടെ സെറ്റാക്കി എടുത്ത് വേദിയിലിരുത്തിയിട്ടുണ്ട്. പൊട്ടറ്റയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ പൊട്ടറ്റോ കറി തയ്യാറാക്കാൻ പോവുകയാണ്. ദോശമാവിലേക്കുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്, അതും പൊരിഞ്ഞ പൊട്ടറ്റോ കറി. എങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാമെന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ കറി ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്താണ് കുട്ടികൾ ഇവിടെ ടി വി കണ്ടത്. ഈ ടി വി നേരത്തൊക്കെ കണ്ട എനിക്ക് ഇങ്ങോട്ട് അസൂയ മൂക്കും. ഞാൻ എന്ത് ചെയ്യും, ടി വി അങ്ങോട്ട് ഓഫാക്കിയിട്ട് എടുത്ത് റിമോട്ടും എടുത്ത് ഒറ്റയായിരിക്കും. അങ്ങനെ അവരോട് പറയുന്നു ഓഫാക്കാൻ. ഈ നേരത്തൊന്നും സമ്മതിച്ചെടുക്കാൻ പാടില്ല. കടക്കപ്പായി വരെ മടക്കിയേക്കാതെ ടി വി ആണ് നിൽക്കുക. നടക്കൂല പ്രിയപ്പെട്ട കൂട്ടുകാരെ. സുഹൃത്തുക്കളെ ഓഫ് ചെയ്യൂ, സുഹൃത്തുക്കളെ പൊന്നാര കുട്ടികളെ ഓഫ് ചെയ്യൂ. ടി വി ഓഫ് കട്ട് കരോ. അങ്ങനെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അവർ ഓഫ് ചെയ്തു. അങ്ങനെ പിന്നെ അടുക്കളയിൽ ഒന്നും തിരക്കുമായി. എന്നാലും സാരമില്ല, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ചെറുതായിട്ടൊന്നും തിരക്കൊക്കെ ഉണ്ടാവും, സാരമില്ല. എന്നാലും ടി വി ഇടൽ അനുവദിച്ചു കൂടാ. നാളെ അതിലാറ് നേരത്തെ നീച്ച് കണ്ട് ഒരു ടി വി ഇടും. കൊൽക്കത്താണ് ചേലാകും. 6:15 ടൈം. എങ്ങനെ സമ്മതിച്ചെടുക്കാൻ പറ്റുമോ? അതും വെള്ളിയാഴ്ച ഒരിക്കലും സമ്മതിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എല്ലാ പൊട്ടറ്റവും വറുത്ത് കോരുന്നുണ്ട്. ഇനി അടുത്ത പൊട്ടറ്റയും വറുത്ത് കോരാണ്ട്. അങ്ങനെ പൊട്ടറ്റോ വറുത്ത് കോരുന്ന നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഒരു ട്രിപ്പ് വറുത്ത് കോരി, രണ്ടാമത്തെ ട്രിപ്പും വറുത്ത് കോരി, അങ്ങനെ മൂന്നാമത്തെ ട്രിപ്പ് വറുത്ത് കോരാനില്ല. അതുകൊണ്ട് ഞാൻ കോരുന്നില്ല. 2 ട്രിപ്പ് കോരിയാൽ ഞാൻ നിർത്തും. കാരണം പച്ചക്കറിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. എല്ലേതും ഇങ്ങനെ വറുത്ത് കോരിയാൽ ശരിയാവില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. വലിയുള്ളിയൊന്നും കുറേ വറുത്ത് കോരാൻ പറ്റൂല. ഒരു വലിയുള്ളി നമുക്ക് എടുക്കാനാലാണെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കാണി. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. സവാള എരിയുമ്പോൾ എന്ത് ചെയ്യണം, കൈക്കരിയാതെ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണരിയുന്നതാണ്. കണ്ണടച്ചിട്ട് വേണം സവാള അരിയാനായിട്ട്. കണ്ണിൽ വെള്ളം വരുന്നതാണ്. പിന്നെ ഞാൻ ഈ പച്ചമുളക് ഉണ്ടല്ലോ, 2 കട്ട് ചെയ്തിന്. ആ 2 പച്ചമുളകിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിന്. 1/4 ഭാഗം അവിടെ വെച്ചിങ്ങനെ. കാരണം കുട്ടികൾക്ക് എരിവ് കൂടുതൽ ഈ കറി. നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, കുട്ടികളെ കാര്യമാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞാണ്ട് ഇതീ കണ്ടിട്ട് കൊടുത്തു. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വലിയ ഉപകാരം. കരിവേപ്പിൻ്റെ ഇല എനിക്ക് കുറച്ചുള്ളൂ. ആ ഇല്ല കരിവേപ്പിൻ്റെ ഇല നമ്മൾ ഇതീ കണ്ട് തട്ടി കൊടുത്തു. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരാം. എല്ലാം കൂടി ഒന്ന് കോരിയെടുക്കാം. എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കോരിയെടുക്കാം. അടിപൊളി കറിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് സ്വാഗതം പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ചട്ടിയല്ല, കുക്കറിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ചട്ടിയല്ല, കുക്കർ. എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണയിലേക്ക് ഇട്ടെടുക്കാം കടുക്. എന്തെങ്കിലും ഒന്ന് കടന്ന് പൊട്ടണ്ടേ ചട്ടിയിൽ എന്തെങ്കിലും ഒന്ന് പൊട്ടണ്ടേ? അതിന് വേണ്ടിയിട്ട്, പൊട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള. മുണ്ടല്ലേ, കുളം കലക്കല്ലേ, സവാള ഇട്ട് കൊടുക്കുക. എന്നോട് ആരും പാടാൻ പറഞ്ഞിട്ടില്ല. പാടാനും ആടാനും പറയണ സമയം വരുമ്പോൾ നീ പാടുക. അത് അങ്ങനെ ഈ സവാള കിടന്നങ്ങോട്ട് നെരിഞ്ഞ് വയ്ക്കട്ടെ. അങ്ങനെ ഞാൻ സവാളയെ ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. പെട്ടെന്ന് വാടൂ സവാളയെ. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വാടുന്നതാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്. 2 ഇല്ലി വെളുത്തുള്ളി കുത്തി ചതച്ചിട്ടെടുക്കുക. വാടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുരുമുളക്. ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന്. കുട്ടികളുടെ ലഹള എൻ്റെ വീഡിയോയിൽ പതിവാണ്. സാരമില്ല, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നിഷ്കളങ്കരാണവർ. ഏതെങ്കിലും പൊട്ടറ്റൻ്റെ ആ പൊരിച്ച പൊട്ടറ്റ എനിക്ക് തികയില്ല എന്നൊരു തോന്നൽ. അങ്ങനെ ആകണ സമയത്ത് ഞാനൊരു പൊട്ടറ്റ വെറുതെ കട്ട് ചെയ്തായി ഇട്ടുകൊടുത്തു. പിന്നെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടെടുത്തു. 2 തക്കാളി ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കൂല. തക്കാളിക്കൊക്കെ പെരും റേറ്റാണ്. നമ്മൾ മൂപ്പരാകെ കൊണ്ടുവന്ന തക്കാളിയാണ്. റേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നാലും റേറ്റ് ഉണ്ടാകുമായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയപ്പോൾ 60-70 രൂപയൊക്കെയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുക. എന്താ ഈ കുക്കറിൻ്റെ അടപ്പങ്ങട്ട് അടഞ്ഞ് കിട്ടാത്തത്? മുണ്ടല്ലാനോട് ഇപ്പോൾ പൂമ്പാറ്റിൻ്റെ പാട്ടൊന്നും പാടാൻ പറയില്ല കേട്ടോ. അടഞ്ഞ് കിട്ടുന്നില്ല, അടഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് മാവ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കോളം കലക്കല്ലി കുട്ടികളെ, കോളം കലക്കല്ലി. ഒരു വോയിസ് എന്തെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഈ മാവിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വേസ്റ്റേജിൻ്റെ തവിട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഓയിൽ ഒഴിച്ചെടുക്കാം. ചട്ടിയിൽ നിന്ന് എളുപ്പം തെന്നി നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തവിട് ഓയിലൊക്കെ ഒഴിച്ച് കണ്ട് സെറ്റാക്കി എടുക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദോശമാവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം.
പച്ചരി വെള്ളത്തിലിടുക, ഉഴുന്നും വെള്ളത്തിലിടുക, കുറച്ച് ഉലുവയും വെള്ളത്തിലിടുക. അതൊക്കെ ഒരു സുമാർ അളവിൽ വെള്ളത്തിടുക, എല്ലാവർക്കും അറിയില്ലേ. പിന്നെ ചോറ് ചേർത്ത് അരച്ചെടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ മൂടിയ കുക്കർ എങ്ങനെ ഇവിടെ തുറന്ന് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വെന്തിട്ടാണ് തുറന്നിരിക്കുന്നത്. ഈ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പൊരിച്ച് ഒരു വിസിലൊക്കെ വന്ന് ഓഫാക്കി എടുത്തിട്ടുള്ള കുക്കറാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അവസാനമായിട്ട് ആ പൊട്ടറ്റോ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും ചേർത്ത് നന്നായിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ച് ദോശമാവിലേക്കുള്ള കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വെള്ളം വേണ്ടത് അതൊക്കെ പാരാവുന്നതാണ്. എനിക്ക് എത്രയാണ് വേണ്ടത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ സുമാർ അളവിൽ ഞാൻ ഒഴിച്ചെടുക്കും. അപ്പം അങ്ങനെ നമ്മളെ കറി റെഡി ആയിക്കണമെങ്കിൽ നമുക്ക് കഴിച്ചാൽ പോരെ. അങ്ങനെ നമ്മളെ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, മുന്നോട്ട് പോകാം. നമ്മളെ അടുത്തതായിട്ട് ഈ കറി നമുക്ക് ഇതിമെന്ന് കോരേണ്ടതായിട്ടുണ്ട്. നിർത്താനുള്ള ടൈമായിരിക്കുന്നു. ഈ വീഡിയോ കുറേ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. കറിയിൽ അത്ര പാരൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഓഫാക്കി എടുക്കാം. ഞാൻ ഓഫാക്കി എടുക്കാൻ പോവുകയാണ്. ടാറ്റ, ബൈ ബൈ, സി യു. അപ്പം ഞാൻ പോകണ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ദോശമാവ് നല്ലോണം ഇളക്കിയിട്ട് അങ്ങോട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിൽ ഇന്നലെ ചിക്കനോ മീനോ എന്തൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് കിട്ടുമോ ഇല്ലേന്ന് അറിയില്ല. കിട്ടൂല, എന്തായാലും കിട്ടാനുള്ള സാധ്യത അല്ല. ചട്ടിയെ ഒന്ന് മയപ്പെടുത്തി എടുക്കണ്ടേ. ഇത് ഇരുമ്പ് ചട്ടിയല്ലേ. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുട്ടുകാണ്ട് പിറ്റേന്ന് വന്ന് ചുടാൻ നോക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടൂല. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വരുന്ന നേരത്ത് നമ്മൾ ഇതൊക്കെ പാടെ മടക്കി ചുരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾക്കാർക്കെങ്കിലും കൊടുക്കും. കുട്ടിയൊക്കെയാണെങ്കിൽ മടക്കിയതായാലും മാടില്ല, ചുരുട്ടിയതായാലും മാടില്ല, എന്തായാലും മാടില്ല, എങ്ങനെ തിന്നാലും മാടില്ല. ഓലൊക്കെ കിട്ടണം. എന്ത് ചുരുട്ടി കൊടുത്താലും ഇപ്പം തിന്നാൻ റെഡിയാണ്. കാരണം മുഴുവൻ കച്ചറ കൂടുകയാണ്. 4-5 ആൾക്കാരുണ്ട്. ഒരാൾ ഉമ്മമാൻ്റെ വീട്ടിൽ പോയിക്കണേ. ഞാൻ എത്ര നല്ലത് ഉണ്ടാക്കി കൊടുത്താലും എനിക്ക് ഉമ്മമാൻ്റെ ഫുഡ് ഉണ്ടെങ്കിലേ സമാധാനമാവുള്ളൂ. അങ്ങനെ അവൻ രാവിലെ തന്നെ പോകും. ഞാനിവിടെ ബാക്കിയുള്ള 4 ആൾക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കണത്. ആദ്യത്തെ ദോശ തന്നെ നമുക്ക് കൊളായി, ആകെ നട്ടപ്പിരാന്ത് കുടിച്ചു. എന്നാൽ നമ്മൾ തോറ്റെടുക്കാൻ പാടുണ്ടോ? നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല. തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തതും ഞാൻ തേച്ച് ചുടാൻ പോകുന്നു. തേപ്പ് വീഡിയോ കണ്ടോളൂ. അടുത്തതും ഞാൻ തേച്ച് ചുട്ടു നോക്കുമ്പോൾ ഇതിങ്ങനെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ പരത്തി നോക്കുന്നു. നല്ല ചട്ടിയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇങ്ങനെ നൈസായിട്ട് പരത്തിയെടുക്കുമ്പോൾ മസാല ദോശൻ്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് കുട്ടികളൊക്കെ ആണെങ്കിൽ കൊതിമൂത്തിട്ട് നിൽക്കുകയാണ്. ആ കറിയും കൂട്ടിയിട്ട് ആ കറിക്കൊരു വാസന കെട്ട് വന്നിട്ട് അത് നിങ്ങളോടൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. വീഡിയോക്ക് വാസന എന്താ പറയുക, മണം വരുത്തി തരാൻ എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരിക്കലും സാധ്യതയല്ല. കറി നല്ല സൂപ്പറാണ്. അതുകൊണ്ട് അവർ ഇപ്പം തന്നെ ദോശ ചോദിച്ചിട്ട് നേലും വിളി കൂടിയിരിക്കുന്നു. ഏതായാലും ഇതും കിട്ടുമോ നോക്കാം. ഇതും കൂടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തി അടുത്ത ചട്ടി എടുത്തു. കിട്ടൂല എന്ന് ഉറപ്പായാൽ പിന്നെ ആ ചട്ടിമേ നമ്മൾ കൂടാൻ പാടുണ്ടോ? നമ്മൾ കൂടാൻ പാടില്ല. അടുത്ത ചട്ടി, നമ്മളടുത്ത് ചട്ടി പല ഐറ്റം അല്ലേ, നമ്മളടുത്ത ചട്ടി എടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിൽ കിട്ടുമല്ലേ നോക്കാം. എന്നിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. കണ്ടോളൂ, ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ അല്ലേന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാവ് എങ്ങനെ അരച്ചത് നിങ്ങൾക്ക് പറഞ്ഞേ. നമ്മളെ മാവ് അരച്ചത് ദോശമാവുക്ക് ഞാൻ അരക്കണ സമയത്ത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടിയിൽ നിന്ന് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവും പൊങ്ങി വരും. അങ്ങനെ നമ്മൾ ചേർത്ത് അരച്ചെടുത്താൽ നല്ല സൂപ്പർ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടിയിൽ നിന്ന് 1-2 ടീസ്പൂൺ ചേർത്താൽ നന്നാകും എന്നുള്ളതിൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാനത്. അതെല്ലാവർക്കും അറിയാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടിൻ്റെ ഒരാളാണെന്ന്. അങ്ങനെ ഞാനിവിടെ അതിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കണ്ടമാനിട്ട് കൊടുക്കരുത്. കാരണം ഇതിലൊക്കെ എന്തൊക്കെയാണ് ചേർക്കണത് നമുക്കറിയില്ല. ഡബിൾ ഹോയ്സ് ആയാലും നല്ല വെള്ളപ്പപ്പൊടിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പാടെ കുത്തി കലക്കുമ്പോൾ എന്താണെന്ന് വെച്ചാലോ നന്നായിട്ട് പൊങ്ങി വരും. എനിക്കറിയില്ല, പറയാൻ വാക്കുകൾ കിട്ടില്ല. നല്ല സൂപ്പർ അപ്പം അങ്ങനെ ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തോറ്റില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും ചുടുന്നു. കുട്ടികളിങ്ങനെ വരി നിരയായി നിൽക്കുന്നു. മാഷാല്ലാ, അങ്ങനെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് സമാധാനമായിട്ടുണ്ട്. ഒരു എന്താ പറയുക, വെള്ളപ്പത്തിൻ്റെ പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ദോശൻ്റെ മാവാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെള്ളപ്പത്തിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം തിന്നാൽ പോരെ, കുയ്യെണ്ണണോ? സൂപ്പർ അപ്പം വെള്ളപ്പമാണ് ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങയില്ലാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വെള്ളപ്പം. ചട്ടിയിൽ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറി ചേർത്ത് കഴിച്ച് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് അവിടെ കഴിക്കുന്ന വീഡിയോ എടുത്തത്. ഓക്കെ.
ഏതായാലും കറിയും കൂട്ടി കഴിച്ചു നോക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ അവസാനമായിട്ട് ഞാനും തിന്നോക്കണ്ടേ, നമുക്ക് നോക്കണ്ടേ ടേസ്റ്റ്. കറി അങ്ങനെ കോരിക്കൊണ്ടുപോവുക കുട്ടികൾ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കോരിക്കൊണ്ടുപോവുക. പിന്നെ ആ സമയത്ത് ഞാൻ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കറി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വന്ന് കഴിക്കുന്നു, ചട്ടിയിലിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ പോലും കിട്ടണില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. വെള്ളപ്പൊക്കെ കണ്ടാൽ നമുക്ക് ആദ്യമൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് കടയിൽ കാണുമ്പോൾ വെള്ളപ്പൊക്കെ കഴിക്കാൻ പൂതിയാവും. അങ്ങനെ ഒരു വെള്ളപ്പൊക്കെ ചുട്ട് വെള്ളപ്പൊക്കെ തിന്ന് എല്ലാവരും സ്കൂൾക്ക് പോയി. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ടെന്ന്. വെള്ളിയാഴ്ചയാണ്, ബീഫ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ ബീഫ് വെക്കുന്ന ഒരു വീഡിയോയും കൂടി കാട്ടി തന്നുകാണ് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീക്കി കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നു ഒരു തക്കാളി. വീണ്ടും ആ കുക്കർ കഴുകി വൃത്തിയാക്കി വന്നതാണ് ചോന്ത ബീഫ്. നല്ല ബീഫാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പപ്പ കൊണ്ടുവന്ന് തന്നതാണ് ബീഫ്. അങ്ങനെ ആ ബീഫ് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഓട്ടപാത്രത്തിൽ വെച്ചു. ഒരു തക്കാളിയുടെ മൂട് കളഞ്ഞ് എന്ത് ചെയ്യണം, മൂടാണോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ആ ഒരു ഭാഗം ഉണ്ടല്ലോ തക്കാളിൻ്റെ ആ ഉള്ളിൽ ആ ഒരു പീസ്, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തക്കാളി ഇതിൻ്റെ അടിയിൽ കണ്ടിട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടെടുക്കുക. മുളക് പൊടിൻ്റെ രൂപം കണ്ട മഞ്ഞൾപ്പൊടിയാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള മുളക് പൊടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം ചേർത്തെടുക്കുക. എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം, അടുത്തതായിട്ട് നമ്മൾ ചേർക്കണം മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ എന്നിവ ചേർത്ത് കരിവേപ്പിൻ്റെ രണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കാനുള്ള ടൈമായി. മസാല ഇടുന്നുള്ളൂ, അപ്പോഴേക്കും എൻ്റെ പറഞ്ഞങ്ങോട്ട് തീർന്നു. എന്ത് ചെയ്യാനാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഇടുകയാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ടോ, ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഉപ്പ് അങ്ങോട്ട് കുടഞ്ഞെടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുഴച്ചിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. ആ തക്കാളി എന്തിനറിയോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്, തക്കാളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലത്തെ തൊലി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് വരെ കാരണമാകുന്ന തൊലിയാണ് മേലുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലി നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. ആ തൊലി നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തൊലി നമ്മൾ അറിയാതെ വയറിനകത്തായി പോകും. ഇങ്ങനെ ആകുമ്പോൾ ആ തൊലി നമുക്ക് വെന്ത് കഴിഞ്ഞാൽ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി വേറെ പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തെടുത്തിട്ടുള്ള. മുളക് പൊടി കുറവാന്ന് തോന്നി, മുളക് പൊടി കുറച്ചും കൂടി ഇട്ടെടുത്ത്. കരിവേപ്പിൻ്റെ എൻ്റെ കയ്യിലില്ല, രാവിലെ കറി ഉണ്ടാക്കിയപ്പോൾ ഇല്ല കരിവേപ്പിൻ്റെ മുഴുവൻ തട്ടി. കാരണം ഞാൻ ചിക്കൻ എന്താ പറയുക ബീഫ് കിട്ടിയ കാര്യം ഞാൻ മറന്നുകാണ്ട് ഇക്കടെ തട്ടി കൊടുത്തു. അപ്പോൾ കണ്ട ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയാണ് ഈ ചതച്ചെടുത്ത് വരുന്നത്. ഉള്ളിയും കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തൊലിച്ച് വെച്ചിട്ടുണ്ട്. കുക്കർ കൂക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ കൂക്കിക്കോട്ടെ. ഈ മുട്ടിക്കണ്ടം കണ്ടിക്കണ്ട, ആരും ബോധക്കെടാൻ നിൽക്കണ്ട. ഇത് നല്ല തേക്കിൻ്റെ മുട്ടിയാണ്. ഈ കറുത്ത കളർ എന്താ വെച്ചാൽ നല്ല വെളുത്ത മരത്തിൻ്റെ കളറായിരുന്നു ഇതുണ്ടായിരുന്നത്. ഞാനത് പോയിക്കാണ്ട് നല്ലോണം കേക്കിയപ്പോൾ എന്തായി, ഇതിൻ്റെ കളർ അങ്ങോട്ട് മാറി ഈ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ അനിയത്തി തന്നതാണ്. ഓള വീട്ടിൽ വീട് പണി നടന്നപ്പോൾ തേക്കിൻ്റെ കണ്ടുണ്ടായിനി. ആ തേക്കിൻ്റെ കണ്ടങ്ങനെ വെറുതെ കടന്നപ്പോൾ ഞാൻ ഓളോട് ചോദിച്ചു, എനിക്കൊരു കണ്ടം തരുമോ അയിമെന്ന് ചോദിച്ചു. ഞാൻ ആ കണ്ടാണ് ഈ കാണുന്നത്. ഓളാണെങ്കിൽ നല്ല സൂപ്പർ കട്ടിംഗ് ബോർഡൊക്കെ വാങ്ങി കുടിൽക്കലിന്. ഓളെ കട്ടിംഗ് ബോർഡാണെങ്കിൽ പൊളിഞ്ഞ് പാളീസായി പോയി. നമ്മളെ കട്ടിംഗ് ബോർഡാണെങ്കിൽ സൂപ്പറായി ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ ഞാനിവിടെ കണ്ട തക്കാളിൻ്റെ കട്ട് ചെയ്യുന്നതിനല്ല, തക്കാളി ടീനല്ല, അതിൻ്റെ തൊലി കണ്ടില്ല എങ്ങനെ വേർതിരിഞ്ഞ് കിട്ടും. ആ തൊലി അങ്ങോട്ട് ഒഴിവാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസറിന് വരെ കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയിലേക്ക് നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ എന്തിട്ട് കൊടുക്കണം, ഒന്നും ഇടാനില്ലാത്ത കാരണത്താൽ കുറച്ച് പെരുംജീരകമുണ്ട്. പെരുംജീരം പൊടിച്ചതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ പെരുംജീരം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ പെരുംജീരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കരിവേപ്പിൻ്റെ ഉള്ളിട്ട് കൊടുക്കുക. നല്ലോണം തിരിഞ്ഞും തിരിഞ്ഞും അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി പച്ചമുളക് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാൻ. ഇപ്പം നമ്മളെ മസാല സെറ്റായിട്ടുണ്ട്. അങ്ങനെ സെറ്റായ മസാലയിലേക്കാണ് നമ്മൾ ചിക്കൻ കൊടുന്ന് തള്ളി മറിക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ കണ്ട രാവിലെ ഉണ്ടാക്കിയ കറിയിൽ കുറച്ച് ബാക്കിയുണ്ടായി. നിങ്ങൾ കണ്ടിയില്ലേ കറി ഉണ്ടാക്കിയപ്പോൾ ആ കറിയിൽ കുറച്ച് ബാക്കിയുണ്ടായി. ഇനി അതങ്ങനെ കിടന്നാൽ ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിങ്ങനെ കൂട്ടി. പിന്നെ ചിക്കനല്ല ബീഫ് ഉണ്ടല്ലോ, അതീക്കാണ് ചേർത്തോളൂ. നല്ല ഇളക്കിയാണ് യോജിപ്പിച്ചു. വീഡിയോ സ്പീഡ് കൂട്ടിക്കുക. വീഡിയോ ലോങ് ആയിട്ട് എനിക്ക് തന്നെ ഇങ്ങോട്ട് ചടപ്പ് വരികയാണ്. കണ്ട വീഡിയോ ലോങ് ആയി പോകുന്നു. അങ്ങനെ നമ്മൾ വറ്റിച്ചെടുക്കുക. അഞ്ഞ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ടോളി. അവസാനമായിട്ട് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്തുള്ള മല്ലിൻ്റെ ഇല എനിക്ക് വാടി ചുക്കി ചുളിഞ്ഞ് ചുരുങ്ങിയിരിക്കുന്നു.
മല്ലിയില ഇട്ടെടുക്കുക. പിന്നെ ഞാൻ അവസാനമായിട്ട് പച്ചമുളക് ഇട്ടെടുക്കുക. പച്ചമുളക് അരിഞ്ഞിട്ട് ചേർക്കുകയെന്നുണ്ടെങ്കിൽ എരിവ് കൂടും. എന്നാൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണാനും. പിന്നെ ഈ പച്ചമുളക് അങ്ങനെ അരിഞ്ഞിടാനായിട്ട് സാധ്യമല്ല, അതുകൊണ്ട് കുട്ടികൾക്ക് എരിവേറും. അങ്ങനെ ഞാൻ ഇളക്കി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ. നന്ദി, നമസ്കാരം.